ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഗവൺമെന്റിന്റെ മേലെ ആരോപണം ഉന്നയിക്കാനൊക്കെ ജനാധിപത്യ സമൂഹത്തിന്റെ മേലെ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഞാൻ ഈ LDFന്റെ ഭാഗമായിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് LDFന്റെ ഭാഗമായി LDF സ്വതന്ത്രൻ എന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPMന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ആര് അത് അതിന് അൻവറൊന്നും വേണ്ട. CPMനോട് ഞങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇപ്പോഴും വിമർശനം അനുവദിക്കുന്നില്ല. അൻവർ പറഞ്ഞതാണ്, ഞാനിതൊന്നും പറയാനുള്ളത് വിചാരിച്ച അൻവർ പറഞ്ഞത് വിമർശനം അനുവദിക്കുന്നില്ല. നേരത്തെ നിങ്ങളെല്ലാം പറഞ്ഞതെന്നാ CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കെതിരായി വലിയ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞങ്ങൾ അതും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല വിമർശനം വേണം. വിമർശനത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. സ്വയം വിമർശനം ഇല്ലാതിരുന്നാൽ പിന്നെ ഈ പാർട്ടിയില്ല. അതുകൊണ്ട് അന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇനിയും വിമർശനത്തിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അൻവർ പറയുന്നത് പോലെ വിമർശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണിത് എന്ന് നിങ്ങൾക്ക് പോലും ധാരണയുണ്ടാവില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവർക്കെതിരായുള്ള വിമർശനം ഉണ്ടാവുന്നു. അതിനെന്ത് നിങ്ങൾക്ക് അത്ഭുതം? ഞാൻ പറഞ്ഞില്ല, എന്നെ പറ്റി വിമർശനമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനമുണ്ട്. അങ്ങനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ. പോരെ? വിമർശനം ഉണ്ടാവാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിമർശനമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല ധൈര്യമുണ്ട്. പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള പാർട്ടിയാണ് CPIM. അത്രയും മതിയല്ലോ. മറുപടി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയണ്ട. ഇനി മുഖത്ത് നോക്കാണ്ട് മുഖത്ത് നോക്കിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പിണറായി വിജയന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു താല്പര്യവും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടില്ല. പിണറായി വിജയന്റെ മൂന്നാം ഊഴാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നേരത്തെ പറഞ്ഞു നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ആ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നു. അതാണ് ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുക എന്നതിനെ പറ്റിയാണ് കൃത്യമായിട്ട് ബൂർഷ്വാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബൂർഷ്വാ പാർട്ടികളും അജണ്ട വെച്ച് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഇവിടെ 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 പറ, കുറെ ഒന്നും പറഞ്ഞില്ല ഇതുവരെ. ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഉണ്ട്, ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസ് ഉണ്ട്. ഇത് മൂന്നാമത്തെ. പക്ഷെ നിങ്ങൾ CMO ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ? CMO മെമ്പേഴ്സിനെ ഉണ്ട്. അതിന്റെ മറുപടി എന്തറിയോ? ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട കേസാണ്. കേന്ദ്ര ഗവൺമെന്റിന് കേസെടുക്കാൻ ഒരു തെളിവുമില്ല, കേസുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കേസും പിണറായി വിജയന് മേലെയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് പിണറായി വിജയൻ CMOയിൽ ഇരിക്കുമ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ്, സ്വർണ്ണക്കടത്ത് എന്നുള്ള ആരോപണം തുടർച്ചയായി ആദ്യം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വരുന്നു, അതെ ശരിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരുന്നു. അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് വരുന്നത് അതിനുത്തരം കാണാം. P. ശശിക്കെതിരെ അന്വേഷണം നടന്നു വരുന്നു. പക്ഷേ ആഭ്യന്തരമന്ത്രി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം കുറ്റവാളിയാണെന്നൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ടില്ല. നമ്മൾ പരിശോധിക്കാം, എല്ലാം പരിശോധിക്കും. പക്ഷേ ഈ സർക്കാരിന്റെ ഭാഗമായ ADGP RSS നേതാക്കളെ കണ്ട നടപടി ശരിയാണ്? RSS നേതാക്കളെ കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്വേഷിച്ച് വരട്ടെ എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ. എന്തിനാണ് കണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗിക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യമായിരിക്കും. ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ,
മാഷി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു പൂർണ്ണ സത്യാകുന്നതല്ലേ. അതിപ്പോ റിപ്പോർട്ട് വരട്ടെ, നമുക്കിപ്പോ നോക്കാം. നിങ്ങൾ ധൃതി പിടിക്കുന്നത് എന്തിനാ? പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മാഷി